അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിലെ മതരംഗത്ത് ആദ്യത്തെ യുവജന സംഘടനയായ ISMൻ്റെ ഒരു ജില്ലാതല പരിപാടിയിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. മതരംഗത്ത് ആദ്യം സജീവമായി വന്ന ഒരു യുവ സംഘടനയാണ് ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ. KNMൻ്റെ യുവജന വിഭാഗമായിട്ടാണ് അത് പ്രവർത്തിച്ചത്. അതേ പ്രകാരം തന്നെ പ്രവർത്തിക്കുന്ന ISM സംഘടനയുടെ പ്രതിനിധികളും IGMൻ്റെയും ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന KNMൻ്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടന MSMൻ്റെയും എല്ലാം പ്രതിനിധികളുണ്ട്. അതിൻ്റെ ഒരു ജില്ലാതലത്തിലുള്ള ഒരാദർശ സമ്മേളനമാണിത്. അതെ, സാമൂഹ്യ സംസ്കരണത്തിന് ആദർശ വിശുദ്ധിയാണ് വേണ്ടത് എന്നതാണ് സന്ദേശം. അപ്പോൾ ഇതുപോലെ നടക്കുമ്പോൾ ഇന്നിങ്ങനെ നടക്കുന്നത് നമുക്ക് കേരളത്തെയും പ്രത്യേകിച്ച് ഇന്ത്യയും സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ ദുഃഖകരമായ 2 മരണങ്ങളാണ് നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയത്. ഇന്ത്യയിലെ പ്രഗത്ഭനായ ലോകപ്രശസ്തനായ സാമ്പത്തിക വിദഗ്ധനായ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്നലെ നമ്മൾ വിട്ടുപോയി. അതേപ്രകാരം തന്നെയാണ് സാഹിത്യരംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനായ സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. 2 പേരും ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയതാണ്. പ്രഗത്ഭന്മാർ ഇങ്ങനെ ഓരോരുത്തരും നഷ്ടപ്പെടുന്നു. ദുഃഖകരമാണ്. അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും സഹനം സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് പകരമായി ഉത്തമമായ പ്രഗത്ഭന്മാരെ അള്ളാഹു പ്രദാനം ചെയ്യുമട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ അനുശോചനം പ്രത്യേകം അറിയിക്കുകയാണ്. ഇത് വളരെ മുമ്പ് തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചുമതലയെടുത്ത് ഇനി മാറ്റിവെക്കുന്നത് ഒരു ഭൂഷണമല്ല എന്ന നിലയ്ക്ക് തന്നെ ഈ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കർമ്മരംഗത്തേക്ക് തിരികുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഒരു തുടക്കം കുറിക്കുക എന്നതാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. എല്ലാം നമുക്ക് തുടങ്ങാനുള്ളത് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. എന്ത് കാര്യം ചെറുതും വലുതുമായ സകല കാര്യങ്ങളും അങ്ങനെയാണല്ലോ തുടങ്ങേണ്ടത്. അതാണ് നമ്മൾ തുടങ്ങുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി ആദ്യം അറിയിക്കുന്നു. ഇനി 2 വാക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാണ്. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഇവിടുത്തെ സംഘടിത രംഗത്ത് വന്ന ആദ്യത്തെ പ്രസ്ഥാനം. അതാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക്
കേരളത്തിൽ ദിശാബോധം നൽകിയ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം സംഘടിതമായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നില എന്താണ് ആലോചിച്ചാൽ, ചിന്തിച്ചാൽ അത് മനസ്സിലാക്കുന്നവർക്കും അറിയുന്നവർക്കും മാത്രമേ ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രമാത്രം മാറ്റങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ മാറ്റം വരുത്തിയതിൽ എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു പത്രം അതിൻ്റെ മുജാഹിദ് പ്രസ്ഥാനത്തെ വിലയിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥയെ സംബന്ധിച്ച് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പത്രം, ഒരു സുന്നി പത്രം ഇവിടെ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അധപ്പതനത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സൂചിപ്പിക്കുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, അവർക്കങ്ങനെ സൂചിപ്പിക്കാനൊക്കെ സാധിച്ചത് എവിടെയായിരുന്നു എന്നതാണ്. അത് എവിടെ നിന്നായിരുന്നു, എങ്ങനെയായിരുന്നു എന്നതാണ്. ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഇന്നും ഇന്നലെയല്ല. മുസ്ലിങ്ങൾ ഏത് ആദർശമുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും. പക്ഷെ അപകടത്തിലേക്ക് വരാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുത്താൻ മുസ്ലിങ്ങൾക്കൊരു ഇമാമുണ്ട്. പക്ഷെ ആ ഇമാം ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ അവതീർണമായി 23 കൊല്ലം കൊണ്ട് അത് പൂർത്തിയായി കഴിഞ്ഞു. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആ ഖുർആൻ പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകൻ കാണിച്ചു തന്നു. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വനുസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, നിങ്ങളത് വ്യക്തമാക്കി കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമാക്കി കൊടുക്കുന്നു. പരിശുദ്ധ ഖുർആൻ അതെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അത് വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം എങ്ങനെ പ്രവർത്തിക്കണം, നമസ്കരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമസ്കരിക്കണം, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഹജ്ജ് ചെയ്യണം, മാത്രമല്ല എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ പരലോകമോക്ഷത്തിന് നാം ചെയ്യേണ്ടത് അതെല്ലാം പ്രവാചകൻ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിന് തന്നെയാണ് ഇറക്കിയത് പ്രവാചകന്. ഖുർആൻ പറഞ്ഞു, വനുസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി. ഈ സന്ദേശം നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കാം. അങ്ങനെ വ്യക്തമാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ്റെ കാലത്ത് വ്യക്തമാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അതിനപ്പുറത്ത് മറ്റൊരു വാക്കുകൂടി ഖുർആൻ ഉപയോഗിച്ചു, നാം ശ്രദ്ധിക്കേണ്ടതാണ്. തുബയ്യുന്നാസ മാ നുസില ഇലൈഹിം എന്ന് പറഞ്ഞു വലഅല്ലഹും യതഫക്കറൂൻ. അവർ ചിന്തിക്കുവാൻ വേണ്ടി കൂടിയാണ്. ചിന്തിക്കണം ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ. ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ എന്നേക്കുമുള്ളതാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എന്താണ് ഖുർആൻ എന്നറിയാവും. പരിശുദ്ധ ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ വചനമാണ്, കലാമുള്ള. വചനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്താണ്. ആ സിഫത്തിനെ പറ്റി നമുക്ക് തർക്കിക്കാൻ പാടില്ല. പക്ഷേ അത് ഇവിടുത്തെ മുൻകാലത്ത് തന്നെ ഉണ്ടായി. ഇവിടുത്തെ തർക്ക വിതർക്കങ്ങൾ പറയുന്നുണ്ടല്ലോ. മുൻകാലത്ത്, മുൻ ഭരണകാലത്ത് വലിയൊരു തർക്കം, യുദ്ധത്തിൽ വരെ എത്തിയ തർക്കം എന്തായിരുന്നു അറിയാമോ? ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലയോ എന്നാണ്. പക്ഷെ എങ്ങനെയാണ് തർക്കമുണ്ടായത്? അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത് സൃഷ്ടിക്കപ്പെട്ടതാണോ അല്ലയോ തർക്കം ഉണ്ടാകാൻ പാടുണ്ടോ? ഖുർആൻ കലാം എന്നുള്ള അള്ളാഹുവിൻ്റെ സിഫത്താണ്. സമയ കേൾവി എന്ന് പറഞ്ഞൊരു സിഫത്താണ്. ഇൽമ് ഒരു സിഫത്താണ്. അങ്ങനെ ഒരുപാട് സിഫത്തുകൾ 99 നാമങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ സിഫത്തുകളുണ്ട്. അപ്പുറത്ത് നാമങ്ങളും സിഫത്തുകളുണ്ടാവും. ഈ സിഫത്തുകൾ സൃഷ്ടിയാണോ സൃഷ്ടിക്കാല്ലാത്താണോ തർക്കിക്കാൻ ആർക്കും ഇങ്ങനെ പറ്റുക? പക്ഷേ അതുണ്ടായി മുസ്ലിം ലോകത്ത്. അപ്പോൾ അങ്ങനത്തെ വിതർക്കങ്ങളെല്ലാം മുമ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മുടെ ഈ ഇതൊക്കെ നടക്കുമ്പോൾ ഇവിടുത്തെ എന്തായിരുന്ന അവസ്ഥ മുസ്ലിങ്ങളെ എന്നറിയാമോ? ഞാനൊക്കെ പണ്ട് ഓത്ത് പഠിക്കാൻ പോകുന്നത് അന്നത്തെ കാലത്ത്, ഞാൻ ആദ്യം പുസ്തകത്തിൽ തുടങ്ങിയ ആളാണ്. പക്ഷേ അന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യൽ. കാരണം എൻ്റെ പിതാവും അബ്ദുറഹ്മാൻ സാഹിബൊക്കെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരിക്കണം എനിക്ക് അറാവുറി എന്നൊക്കെ പറഞ്ഞ പുസ്തകം തന്നിരുന്നു. പക്ഷെ എല്ലാവരും പലകയിലാണ്, ഓത്ത് പലകയിലാണ് പഠിക്കുന്നത്. അങ്ങനെ മൊല്ലാക്കിയും മറ്റുമായി ഓത്ത് പലക. മദ്രസ എന്ന് പാടില്ല. പക്ഷെ മദ്രസ പാടില്ല എന്ന് പറഞ്ഞിരുന്ന മദ്രസ വേണം. കാരണം ക്ലാസ് തിരിച്ച് പരീക്ഷയും മറ്റും എഴുത്തും എല്ലാം പഠിപ്പിക്കണം എന്നതിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ യാഥാസ്ഥികന്മാർ എതിർത്തു. ഇന്ന് അവർക്ക് അതിനെ ഓർക്കാൻ കഴിയുമോ? 10,000 മദ്രസ ഉള്ളവരാണെന്ന് അഭിമാനം കൊള്ളുന്നവരാണവർ. ഇന്ന് ആ സംഭവം ഓർക്കാൻ കഴിയുമ്പോൾ ഞങ്ങളന്ന് എതിർത്തിരുന്നു എന്നത്. അന്ന് എന്താണെന്ന് എന്ത് പറഞ്ഞാന്നറിയാമോ? ഒരു കാലത്തും ലാ തജഅലുൽ ബാനീന മദ്രസ വയ്യിൽ യതഅല്ലമൂന അറിവാളനിബിനി തീമിയാ മുൻകാലം
ലാലാലത്തെന്ന് വിത്ത് ഭാവിയ കാലം. അതെ, ഒരു അരീക്ക മുസ്ലിം പാടിയതാണത്, മുസ്ലിർ പാടിയതാണ്. അറിവാണ് ഇലിമിനുത്തീമിയ വലാളത്തിൻ്റെ വിത്ത് പാടിയാണ് ഈ മദ്രസ. അതുകൊണ്ട് മദ്രസയിൽ കൂടെ പോയാൽ എടുക്കാത്ത ജഹന്നമിലേക്കാണ്. കാരണം മദ്രസയുടെ ആഖിർ ജഹന്നമാണ്. കാരണം അത് ജഹന്നം അത് അതിൽ അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാണ് എത്തിയത്. ഇപ്പോൾ എത്ര മദ്രസയായി ഈ മാറ്റത്തിന്. ഇന്ന് അവർക്ക് മദ്രസകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ശരി, ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ എവിടെ നിന്നാണ് ഉണ്ടായത്, അത് എവിടെ നിന്നാണ് വന്നത്, അത് നോക്കണം. ഇത് നോക്കായിരുന്നോ? ഇവിടെ ഇപ്പോൾ ജിന്ന് കൂടൂലേ എന്ന് മുജാഹിദീങ്ങളിൽ തർക്കമുണ്ട് എന്ന് പറഞ്ഞു. ആ തർക്കത്തിലും മർക്കസ് ദഅവയുടെ വ്യതിരക്തത അവർ തന്നെ പറഞ്ഞത് ശരിയല്ലെങ്കിലും അവർക്ക് എന്തേ പറയാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കാര്യം, അവിടുന്ന് വിട്ട് അത് മാത്രമല്ലല്ലോ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ഈ മദ്രസ കഴിഞ്ഞ് ഇനി അവസാനം വന്ന് മദ്രസയിൽ പഠിപ്പിക്കാൻ പാടുള്ളൂ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ്. പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. ഇവിടുത്തെ കേരള ജമിയത്തുലമയുടെ ശേഷം ഉണ്ടായ സംഘടന പ്രമേയം പാസ്സാക്കി, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല, ഒരു പുരയുടെ മുകളിലിരുത്താൻ പാടില്ല. ഒരു ഹദീസുണ്ട്, കള്ള ഹദീസാണ്. അവരെ ലാ തുഅല്ലിമുഹുന്നൽ കിതാബ വലാ തുസ്കുന്നുൽ ഉറഫ എന്നൊരു ഹദീസാണ്. പക്ഷേ അത് കള്ള ഹദീസാണ്. അവർക്ക് എടുത്തു പഠിപ്പിക്കരുതേ, പുരൻ്റെ മുകളിൽ താമസിപ്പിക്കരുതേ. ഇത്രയും പെൺകുട്ടികളെ കണ്ടിരുന്നവർ ഇന്നിപ്പോൾ അവർ പെൺകുട്ടികളെ സ്റ്റേജിൽ വെച്ച് ഒരു പാരിതോഷികം സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ല എന്നതൊക്കെ ഇന്നും നിലയിലിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും സമർത്ഥരായ പെൺകുട്ടികൾ നല്ല മാർക്ക് എന്തെങ്കിലും വാങ്ങിയാൽ അവരെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇപ്പോഴും അത് പോയിട്ടില്ല. അത്ര അർപ്പണത്തിലാണ് ഇപ്പോൾ അവരിയ്ക്കുന്നത്. അവരാണിപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ പത്രത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പോൾ അത് വന്ന് ഈ പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നതിന് എന്താ കണ്ടതെന്നറിയാമോ? സ്ത്രീകളെ അത്രയും അവഹേളിച്ചുകൊണ്ടാണ്. പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിച്ചാൽ കാമുകന്മാരുണ്ടാകും, അവരെ പിന്നാലെ പെൺകുട്ടികൾ ഓടിപ്പോകും, അവർക്ക് അങ്ങനെ ബുദ്ധിയില്ലാത്ത ജന്തുക്കളാണ് അങ്ങനെ കാണല്. അതിന് തെളിവായി ഈ മദ്രസ പ്രസ്ഥാനത്തിൻ്റെ ഒരു അധ്യാപകന്മാരുടെ ഒരു മാസികയുണ്ടായിരുന്നു ഇവിടെ, അൽ മുഅല്ലിം എന്ന് പറഞ്ഞിട്ട്. ഈ കോഴിക്കോട് വെച്ചിട്ട് ഒരു രവി പണ്ട് സുലേഖ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ കൊന്നു. അതെന്തോ അങ്ങനെ അവരുടെ അടുത്ത് വന്നു പോയ ഒരു വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ആ സുലേഖ കുറച്ച് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഈ രവി അക്രമമായി അവളെ കൊന്നു കളഞ്ഞു. എന്നിട്ട് അവളുടെ ശരീരത്തിൽ എന്തൊക്കെ ദുർവിനിയോഗം ചെയ്ത് അവനെ പോലീസ് പിടിച്ച് എല്ലാം ചെയ്തു. പക്ഷേ ഈ അൽ മുഅല്ലിം മാസിക എന്താ അതിൻ്റെ കണ്ട വാദവശം എന്നറിയാമോ? കൊന്നതിൻ്റെ പേര് അതൊന്നുമല്ല. അതിന് കാരണം അതാണ് പെൺകുട്ടികൾ എഴുത്ത് പഠിച്ചാൽ. അതാണ് അധ്യാപകരുടെ മാസിക, മദ്രസാധ്യാന്മാരുടെ മാസിക എഴുതുന്നത്. നമ്മുടെ സുലേഖ ഈ രവിക്ക് കത്തെഴുതിയില്ലേ? അതാണ് പെൺകുട്ടികളെ പഠിപ്പിച്ചാലുള്ള അപകടം. നോക്കൂ നിങ്ങൾ. ഇവരാണോ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പറ്റി ആക്ഷേപിക്കുന്നവർ? ഇന്ന് അവർക്ക് ഇവിടെ എത്തിയത് ഒരു പെൺകുട്ടി വന്നൊരു സമ്മാനം വേദിയിൽ വാങ്ങിയാൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ അഭിപ്രായ വ്യത്യാസം. ഇപ്പോൾ അത് പാടുണ്ടോ ഇല്ലേ, അതാണ് അഭിപ്രായ വ്യത്യാസം. നോക്കൂ നിങ്ങൾ, അവരാണോ മുജാഹിദുകളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ പറയുന്നത്? മാത്രമല്ല, ഞാൻ വേറെ കൂടി പറയുന്നു, നമ്മുടെ ആത്മീയ സംസ്കരണത്തിൻ്റെ, സാമൂഹിക സംസ്കരണത്തിൻ്റെ തല പറയുന്നത്. നിങ്ങൾ നോക്കായിരുന്നോ ഇന്നത്തെ പ്രസ്ഥാനത്ത് നമ്മുടെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ മുസ്ലിം സമുദായം എവിടെയാണ് ഇരിക്കുന്നത്? ഏതെല്ലാം ദുർഗുണങ്ങളുണ്ടോ, ഏതെല്ലാം അധപ്പതനങ്ങളുണ്ടോ, അധാർമികതകളുണ്ടോ, അവിടെ മുസ്ലിം സമുദായം ന്യൂനപക്ഷമല്ല. യഥാർത്ഥത്തിൽ നമ്മളോട് ന്യൂനപക്ഷമാണ്. പക്ഷെ പത്രങ്ങൾ എടുത്ത് നോക്കും നിങ്ങൾ. ആ പത്രങ്ങളിൽ തമ്മാടിത്വത്തിൻ്റെ പേരുകൾ വരുമ്പോൾ മുസ്ലിം സമുദായം ന്യൂനപക്ഷമാണോ? ഇന്നത്തെ പത്രത്തിലെടുത്ത് നോക്കുമ്പോൾ 6 വേറെ ഫോട്ടോ 7 2 നല്ല ചെറുപ്പക്കാർ, യുവാക്കൾ. പക്ഷേ ഒരാളെ മറ്റവർ എല്ലാവരും കൂടി കൊന്നിരിക്കുന്നു. ബാക്കി 6 ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പേരൊന്ന് വായിച്ച് നോക്കുമായിരുന്നു നോക്കങ്ങൾ. എല്ലാം മുസ്ലിം നാമധാരികൾ, എല്ലാം മുസ്ലിം നാമധാരികൾ. ഈ മുസ്ലിം സംഘടനകൾക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾ നോക്കായിരുന്നോ? ആ 6 അല്ലെങ്കിൽ 7 ഒരു മുജാഹിദ് മഹലിലെ ഒരൊറ്റ യുവാവ് ഉണ്ടായിരുന്നു. നോക്കാനും. കാരണം ഒരു ഖുതുബ കേൾക്കുന്നൊരു യുവാവ്, ഒരു ഖുർആൻ പഠിക്കുന്നൊരു യുവാവ് എല്ലാം ഉണ്ടാകാൻ കഴിഞ്ഞോ? എന്തേ കാരണം? അവർ ഒരാൾ കൊല്ലപ്പെട്ടില്ലേ? ആ കൊല്ലപ്പെട്ടവരെയും മറയാൻ ഒരു വഴിയിലേക്ക് ഒരു കബർസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഈ മുസ്ലിയാക്കന്മാർ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അവിടെ യാതൊന്നും നോക്കില്ല. മാത്രമല്ല, അവനെ സ്വർഗത്തിലേക്ക് കടത്താൻ 70,000 ദിക്ർ അവിടെ പാസ്സാക്കും. അടുത്ത ഈ 70,000 ദിക്ർ എല്ലാവരും കൂടി ചെല്ലിയാണ് പാസ്സാക്കി കൊടുത്താൽ ഇവനൊക്കെ സ്വർഗത്തിൽ പോയി. ഇപ്പം മയക്കുമരുന്നിൻ്റെ ആളാണ്, ഈ കൊല്ലപ്പെട്ടതാണ്, മറ്റൊരു കൊന്നവരാണ്, ഇവർക്കൊക്കെ ചെയ്തവരാണ്. ഏത് മഹാപാപം ചെയ്താലും ശരി,
അവരൊക്കെ വളർത്തിയെടുക്കുന്നത് ഈ മുസ്ലിയാക്കന്മാരാണ്, ഈ മദ്രസയിലെ വിദ്യാഭ്യാസമാണ്. കാരണം എന്ത് ചെയ്താലും അത് തകരാറില്ല അവർക്ക്. കാരണം അവർക്ക് ഏതെങ്കിലും ഷെയ്ഖ് ഉണ്ടായാൽ മതി. ആ ഷെയ്ഖ് ഉണ്ടെങ്കിൽ എൻ്റെ മുരീദുകൾ നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കണം മലക്ക് എനിക്ക് ഉറപ്പ് തന്നു നിൽക്കുന്ന ധൈര്യം നൽകാനുണ്ടായാൽ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെങ്ങനെ നന്നായി വരുമോ? അവർക്ക് ധാർമ്മിക ബോധമുണ്ടാകുമോ? സദാചാര ബോധമുണ്ടാകുമോ? അതുകൊണ്ട് ഇവരുടെ മദ്രസാ വിദ്യാഭ്യാസം തിരുത്തണം ആദ്യം. അവിടെ നിന്നാണ് അവർ പരിഷ്കരണം കൊടുക്കേണ്ടത്. എന്ന് മാത്രമല്ല, ഈ മഹല്ലുകളിൽ 70,000 ദിക്റുകളും മറ്റ് അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് മരിച്ചുപോയവരെ ഇവിടുന്ന് മോക്ഷം നൽകുന്ന സമ്പ്രദായം അത് നിർത്തിയാലേ ഇവിടുത്തെ വ്യക്തി സംസ്കരണം ഉണ്ടാകൂ, സാമൂഹ്യ സംസ്കരണം ഉണ്ടാകൂ. അതിലേക്ക് മടങ്ങണം. അതാണ് മുജാഹിദുകളോട് പറഞ്ഞു കൊടുക്കുന്ന സന്ദേശത്തിൽ ഏറ്റവും വലുത്. അത് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത കാര്യമാണ്. അതാണ് വല്ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ വഅന്ന സഅയഹും സൗഫ യറാ വല്ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ. ഒരു മനുഷ്യൻ എന്താണ് പ്രവർത്തിച്ചത് അതല്ലാതെ അവർക്ക് കിട്ടില്ല. വഅന്ന സഅയഹു സൗഫ യറാ. ആ അധ്വാനം, ആ പ്രവർത്തിച്ചത് എന്താണെന്ന് അവർക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഇത് ഖുർആനിൽ മാത്രം പറഞ്ഞതല്ല, മുമ്പ് പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത സത്യമാണ്. അല്ലം യുനബ്ബഉ ബിമാ ഫീ സുഹഫി മൂസ. മൂസാ നബിൻ്റെ ഇബ്രാഹിം അല്ലദീ വഫ, അത് മൂസാ നബിൻ്റെ ഏടുകളിലും ഇബ്രാഹിം നബി പറഞ്ഞുകൊള്ളും. അതിലൊക്കെ പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി എഴുതി. ഈ ആയത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മരിച്ചവൻ്റെ പേരിലിരുന്ന് ഖുർആൻ ഓതി അവന് ദാനം ചെയ്താൽ ഒരിക്കലും അതിൻ്റെ പ്രതിഫലം കിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തിയില്ലേ? ഇമാം മുസ്ലിം ഷറഹ് മുസ്ലിം നബി രേഖപ്പെടുത്തിയില്ലേ? പക്ഷെ അവരുടെ അനുയായികളാണെന്ന് പറയുന്ന ഈ സമസ്തക്കാർ അതല്ലേ ഈ ചെയ്യുന്നത്? എന്നിട്ട് അവർക്ക് എങ്ങനെ ഈ സമൂഹത്തെ സംസ്കരിക്കാൻ കഴിയും, നന്നാക്കാൻ കഴിയും? എന്ത് മഹാപാവം ചെയ്താണ് ശരി. തലക്കും ഭാഗത്തിരുന്നു കൊണ്ട് തലക്കും ചൊല്ലി കൊടുത്ത് പറഞ്ഞു കൊടുത്താൽ മോക്ഷം കിട്ടി. പിന്നെ എങ്ങനെ സമുദായം നന്നാവുക? അതുകൊണ്ട് അത് തിരുത്തുക, ശരിക്കും അള്ളാഹു മാത്രം ആരാധിക്കുന്നതിലേക്ക് കൊണ്ടുവരിക. അതേ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അവൻ അനുഭവിക്കേണ്ടി വരും. വല്ലൈസൽ ഇൻസാൻ ഇല്ലാ മാ സഅ. ആ പ്രതിഫലം ഒരാളുടെ അധ്വാനം മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അധ്വാനിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അയാൾ അധ്വാനിക്കുന്ന മരണാന്തരം നിലനിൽക്കുന്ന വല്ല അധ്വാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും. അത് അയാളുടെ ജീവിതകാലത്ത് ചെയ്യണം. എന്തെങ്കിലും തോന്നിയാസം കടന്നാൽ പോരാ. അയാളുടെ ജീവിത കാലഘട്ടത്തിൽ അതാണ് 3 പ്രവർത്തനങ്ങൾ ഖുർആൻ പറഞ്ഞത്. അത് അയാളുടെ അധ്വാനമാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ലിംഗത്തെ അമലുഹു, അവരുടെ പ്രവർത്തനം മുറിഞ്ഞുപോയി. ഇല്ലാ മിൻ സലാസ, 3 എണ്ണം ബാക്കിയാവും. അത് അവൻ്റെ പ്രവർത്തനം, വേറൊരാളുടെ പ്രവർത്തനമല്ല. എന്താ അവൻ്റെ പ്രവർത്തനം? ഒന്ന്, അവൻ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അവൻ സ്വയം പഠിക്കുകയും സമൂഹത്തെ നല്ല വിജ്ഞാനം നൽകുകയും ചെയ്തിട്ടുണ്ടോ? ആ വിജ്ഞാനം തലമുറകളായി കൈമാറുമ്പോൾ അതിൻ്റെ പ്രതിഫലം അവന് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അവൻ്റെ പ്രവർത്തനമല്ലേ അത്. അതേപ്രകാരം സദഖത്തിൻ ജാരിയ, അവൻ മരിച്ചാലും നിലനിൽക്കുന്ന മറ്റു സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടിയല്ല. വല്ല ഒപ്പ് സ്വത്തുകളുമുണ്ടോ? അത് അവൻ മരിച്ചാലും അതിൻ്റെ പ്രതിഫലം നിലനിൽക്കും. അത് അവൻ്റെ പ്രവർത്തനമാണ്. പിന്നെ അവൻ അവൻ പ്രാർത്ഥിക്കുന്ന കുട്ടികളെ നന്നാക്കിയെടുക്കുക, നല്ല വിദ്യാഭ്യാസം നൽകി ഖുർആൻ പഠിപ്പിച്ച് ശരിയായ സജ്ജനങ്ങളായ വിദ്യാർത്ഥികളായും വിദ്യാർത്ഥിനികളുമായി വളർത്തിയെടുത്ത് അങ്ങനെ പുതിയ തലമുറ സന്താനങ്ങളുണ്ടെങ്കിൽ ആ സന്താനങ്ങൾ വളർത്തിയെടുക്കുന്ന അവൻ്റെ പ്രവർത്തനമാണ്. ആ സന്താനങ്ങളുടെ പ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ സന്താനങ്ങളുണ്ടെങ്കിൽ ഈ 3 ഫലം കിട്ടും. ഇതല്ലാതെ ഒന്നും കിട്ടില്ല. എന്നിട്ട് 70,000 ദിക്ർ, എവിടുന്നാണ് 70,000 ദിക്ർ കിട്ടിയത്? ഇത് എവിടുന്നുണ്ടായത്? കള്ളക്കഥകൾ കെട്ടിയുണ്ടാക്കിയിട്ട് അതുണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ മാത്രമേ ഈ സമൂഹം നന്നാവുകയുള്ളൂ. ഇവിടെ തലമുറ ഭാവി അവരെ ശരിക്കും ധാർമ്മിക സദാചാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെന്താണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലേക്ക് വരിക. ഞാൻ ആദ്യമായി ഒരു സൂക്തം നിങ്ങളെ ഓതി കേൾപ്പിച്ചു. ഖുൽ ഹാദിഹി സബീലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പറയാണ്, ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി. ഹാദിഹി സബീലി അദു ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അവിടെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്, അള്ളാഹുവിലേക്കാണ്. പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ സംഘടനകളിലേക്കല്ല, സംഘടനാ പ്രവർത്തനത്തിനുള്ളൊരു കൂട്ടായ്മയാണ്. എങ്ങനെ പ്രവർത്തിക്കണം ആനുകാലികമായി കൂടിയാലോചിച്ച് ഒരു മുഷാവറയോട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ് സംഘടന. ആ സംഘടനയിൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതല്ല, സംഘടനയിൽ ആളെ കൂട്ടാൻ വേണ്ടിയല്ല. ഹാദിഹി സബീലി അദു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. മുഹമ്മദ് നബി അള്ളാഹുവിലേക്കാണ് ക്ഷണിച്ചത്. ആ മുഹമ്മദ് നബിയോട് പറയാം അദു ഇലല്ലാഹ് അലാ ബസീറത്തിൻ, അത് ഉൾക്കാഴ്ചയോടുകൂടിയായിരിക്കണം, അന്ധവിശ്വാസത്തിലാവാൻ പാടില്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ ശരിയായ ബസീറത്ത്, വെളിച്ചം വേണം, ഉള്ളിൽ കാഴ്ച വേണം. അതിനെന്താണ് ഒന്നാമതായി വേണ്ടത്? പരിശുദ്ധ ഖുർആൻ. അത് ജാഅത്തുക്കും ബസായിറു മിർ റബ്ബിക്കും, റബ്ബിൽ നിന്ന് വന്ന ബസീറത്താണ് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു. അതാണ് അത് അള്ളാഹുവിൻ്റെ വഹയായി കിട്ടിയതാണ്. ആ ഖുർആൻ
അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് നമുക്ക് അതോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ മുമ്പ് എല്ലാത്തിനും തിരിച്ചറിയാൻ ബുദ്ധി വന്നിട്ടുണ്ട്. ബുദ്ധി മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ മാർഗമാണ്. പക്ഷെ മതത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആകെ അതപ്പതിച്ചു പോയി. മതത്തിൽ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, നിങ്ങൾക്ക് നബിക്ക് സന്ദേശം ഇറക്കി നബി വിവരിച്ചു കൊടുക്കണം. അവർ ചിന്തിക്കുകയും വേണം. കാരണം ഇതിലേക്ക് പറ്റിയതാണോ, കാലഘട്ടത്തിൽ യോജിച്ചതാണോ എന്ന് ചിന്തിക്കണം അവർ. നബി എല്ലാം ജീവിതത്തിലൂടെ വിവരിച്ച് കാണിച്ചു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച് കാണിച്ച കാര്യങ്ങൾ നബിയോട് ഖുർആൻ പറഞ്ഞ എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ഓർക്കുന്നവർക്ക്, മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പ്രതീക്ഷിക്കുന്നവർക്ക്, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം കിട്ടാൻ, ആത്മാവിൻ്റെ മോക്ഷം കിട്ടാൻ അതിനെന്താണ് വേണ്ടത്? ഖുർആൻ പറഞ്ഞു തരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമായി കാണിച്ചു തരുന്നു. അത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാം നമുക്ക് ബുദ്ധിയെത്തും. പഞ്ചേന്ദ്രിയങ്ങളാണ് ഒന്നാമത്തെ അറിവിൻ്റെ മാർഗം, രണ്ടാമത് ബുദ്ധിയാണ്, മൂന്നാമത്തെ വഹി എന്ന് പറഞ്ഞൊന്നുണ്ട്. ആ വഹിയിലൂടെയാണ് നബിക്ക് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നബി നമുക്ക് കാണിച്ചു തന്നു. ആ കാര്യങ്ങൾ പരലോകത്ത് ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി ചെയ്യണം. കാരണം ആത്മാവ് എന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് ഈ റൂഹ്? ആ റൂഹിനെ പറ്റി അന്വേഷണം ഒരുപാട് നടന്നിട്ടുണ്ട്. യസ്അലൂനക റൂഹി ഖുൽ റൂഹു മിൻ അംരി റബ്ബി, ഈ ജീവൻ എന്താണ്? ജീവൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. ഒമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, അതിനെപ്പറ്റി നിങ്ങൾക്ക് വളരെ കുറച്ചേ അറിവ് തന്നിട്ടുള്ളൂ. ജീവൻ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയും. ജീവൻ ഉണ്ടായതുകൊണ്ടാണ് സംസാരിക്കുന്നത്, ജീവൻ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ജീവനില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. പക്ഷേ ഈ ജീവൻ്റെ മോക്ഷത്തിന് എന്താണ് വേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിന് അള്ളാഹുവിൻ്റെ വഹി വേണം. അതിൻ്റെ അവസാനത്തെ വഹിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഈ ആ ചട്ടക്കൂട്ടിൽ മുത്തവാത്തലായി റിപ്പോർട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് കണ്ടത്. എന്നാൽ ഖുർആൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിവരിച്ചു കൊടുത്തത്? ഖുർആൻ എല്ലാവർക്കും അറിയാം, മനഃപ്പാഠമാക്കുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ നബിയുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. നബിയുടെ ജീവിതകാലത്ത് അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കഴിഞ്ഞുകൂടുമ്പോൾ ചിലപ്പോൾ യാത്രയ്ക്ക് പോയിട്ടുണ്ടാകും സഹാബികൾ. യാത്രയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവർ ഖുർആൻ കൊണ്ട് പരിഹരിക്കും, പിന്നെ അവരെ ബുദ്ധി ഉപയോഗിച്ച് പരിഹരിക്കും. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യണം. ആ കാര്യം ആ നിലക്ക് ബുദ്ധി ഉപയോഗിച്ച് അവർ പരിഹരിച്ചു. അങ്ങനെ പരിഹരിച്ച് വന്നവൻ്റെ നബിയോട് എന്ന് പറഞ്ഞാലോ നബി അത് ചെയ്തത് ശരിയാണെന്ന് പറയും. ഇപ്പോൾ ഉദാഹരണമായി യാത്രയിൽ ഒരു സംഘം യാത്ര പോവുകയാണ്. ഖത്താബുണ്ട്, അമ്മാർ റളിയല്ലാഹു അൻഹു സഹാബികളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നുകൊടുക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു കുളിക്കണം. എന്ത് ചെയ്യണം? അപ്പോൾ തേമത്തിൻ്റെ അധ്യായം സൂക്തം ഖുർആനിലുണ്ടല്ലോ, വെള്ളം കിട്ടിയില്ലെങ്കിൽ തേമം ചെയ്യണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ തേമം അത് ഒളുവിനെ പറ്റുള്ളൂ, കുളിക്ക് തേമം പറ്റില്ല, കുളിക്കാൻ തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിസ്കരിക്കണം, ജനാപത്തോട് കുളിക്കാൻ നിസ്കരിക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുളിക്കണം, വെള്ളമില്ലെങ്കിലോ തേമം ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം തേമം ചെയ്തു. എങ്ങനെ? മണ്ണിൽ കിടന്നാണ് പുരണ്ട്, കുളിക്കാതല്ലേ, ശരീരത്തിൽ വെള്ളാക്കലല്ലേ. അദ്ദേഹം മണ്ണ് കിടന്ന് ഒന്നായിട്ട് പുരണ്ട് മണ്ണൊക്കെ വേലാക്കി നിസ്കരിച്ചു. പക്ഷെ അദ്ദേഹം കുളിക്കാതെ നിസ്കരിച്ചു എന്ന് മറ്റ് സഹാബികൾ ആക്ഷേപിച്ചു. നബിൻ്റെ അടുത്ത് വന്നു, നബിൻ്റെ ജീവിതകാലത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, നബിയോട് പറഞ്ഞു നബിയെ ഇയാൾ കുളിക്കാതെ നിസ്കരിച്ച് കുളിച്ചില്ല, കുളിക്കാതെ നിസ്കരിച്ചു. നബിയെ ഞാൻ തേമം ചെയ്താണ് നിസ്കരിച്ചത്. എങ്ങനെ തേമം? ഞാൻ മണ്ണ് കിടന്ന് പറയണ്ടു. നീ പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ മണ്ണ് കിടന്ന് പറയേണ്ടിയിരുന്നില്ല. ഉദൂന് ചെയ്യുന്ന തേമമില്ലേ, ആ തേമം ഇങ്ങനെ അടിച്ചിട്ട് മുഖത്തും കയ്യും തടയി കാണിച്ചു കൊടുത്തു. ഇത് തന്നെ മതിയായിരുന്നു, കുളിക്കും അത് തന്നെ മതിയും. നോക്കൂ നിങ്ങൾ, കുളിക്കും ഈ തേമം തന്നെ മതിയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചാണ് മണ്ണ് കിടന്ന് പറയേണ്ടത്. പക്ഷേ നബി പറഞ്ഞു അത് വേണ്ടിയിരുന്നില്ല, കുളിക്കാതെ തന്നെ മതിയെന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം, അദ്ദേഹം മണ്ണ് കിടന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ച ആ നമസ്കാരം ശരിയായിട്ടില്ല, അത് മടക്കണമെന്ന് നബി പറഞ്ഞോ? അത് പറഞ്ഞില്ല. ഇനി മേലെ അങ്ങനെ ചെയ്താൽ മതി. നബിയുടെ ഹദീദ് കിട്ടിയാൽ പിന്നെ അങ്ങനെ ചെയ്യണം. എൻ്റെ അപ്പുറം നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീദ് കിട്ടിയാൽ പിന്നെ ചെയ്യണം. ഹദീദ് കിട്ടാത്തോളം കാലം ഖുർആൻ എന്താണ് മനസ്സിലായത് അത് ശരിയാണ്. അതാണ് നബിയുടെ കാലത്ത് പഠിപ്പിച്ചു തരുന്നത്. ഇനി സഹാബത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ്. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, സുന്നത്ത് ജമാഅത്ത് എന്നൊരു കൂട്ടരുണ്ട്. അവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ സുന്നത്തല്ല, സഹാബത്തിൻ്റെ സുന്നത്തല്ല. ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘത്തിൻ്റെ സുന്നത്ത്, അതാ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. കുറേ ആൾക്കൂട്ടമുണ്ടോ, ആ ആൾക്കൂട്ടം എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യുക, അതാണ് വല്ല സുന്നത്ത്. നമ്മുടെ സുന്നത്ത് അതല്ല, അതിൽ സുന്നത്ത് വൽ ജമാഅത്ത്. അതിൽ സുന്ന എന്ന് പറഞ്ഞാൽ മാ സന്നഹു റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മജ്തമ അലൈഹി സഹാബ, സഹാബത്തെ ഏകകണ്ഠമായി പറഞ്ഞത് ആ സുന്നത്താണ് നമ്മുടെ സുന്ന, അതിൽ സുന്നത്ത് വൽ ജമാഅത്ത്.
മറ്റു സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘം കൂട്ടമായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ 70,000 ദിക്റില്ലാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ, തെൽക്കം ചെല്ലാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ, അതല്ല ഒന്നായിട്ട് കത്തപ്പരയിരുന്ന് ഓതാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ, അതല്ല കെട്ടും പാദ്യവുമായിട്ട് പൂരം നേർച്ച കഴിക്കാൻ വേണ്ടത് അങ്ങനെ, ആനക്കൂട്ടത്തോടുകൂടി നേർച്ചയാണ്, അതല്ല ചോറ് വെച്ച് വരുമാനം കൊടുക്കുന്ന നേർച്ചയാണ്. ഇങ്ങനെയൊക്കെയാണ് ജനക്കൂട്ടം പറയുന്നതെങ്കിൽ അതാണ് അവരുടെ ദീന്. അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ദീനാണ്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെതല്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെതാണ്. അപ്പോൾ അഹ്ലു സുന്ന ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ കാലത്തെങ്കിലും ഞാൻ പറഞ്ഞു, നബിയുടെ കാലശേഷമോ, കാലശേഷം നബിയുടെ ഖലീഫമാരുണ്ട്. അലൈക്കും ബി സുന്നത്തി സുന്നത്തി ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗജാരികളായ എൻ്റെ ഖലീഫമാർ, അവരുടെ സുന്നത്ത് നിങ്ങൾ സ്വീകരിക്കണം. അവരുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞ ദീനാണെന്നല്ല, എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്ന് അവരുടെ മാതൃകയിലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി സക്കാത്ത് കൊടുക്കാത്ത വർഷം വന്നപ്പോൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായും പിടിച്ചെടുക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം എതിർത്തെങ്കിലും എല്ലാവരും അംഗീകരിച്ചു, അത് വേണ്ടതാണ്. ഖുർആൻ അത് എഴുതി വച്ചിട്ടുണ്ട്, അത് മുസാഫിലുണ്ട്, ചട്ടക്കൂട്ടിലുണ്ട്. പക്ഷേ മനപ്പാഠമായ വിധത്തിൽ ക്രമീകരിച്ച് വെച്ചിട്ടില്ല. അത് ക്രമീകരിക്കണം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, അതൊന്ന് ക്രമീകരിച്ച് വെക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ശരിയല്ല, മുഹമ്മദ് നബി ചെയ്തില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം വിധിയത്ത് അവർക്ക് അത്ര പേടിയാണ്. അപ്പോൾ ഉമർ പറഞ്ഞു കൊടുത്തു, നമ്മൾ പുതിയൊന്നും ചെയ്യുന്നില്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമുക്ക് ഓതി കേൾപ്പിച്ച് തന്നിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച രേഖകൾ ഇന്നത്തെമാതിരി പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാലമല്ലേ, ഇനി അതിലേക്ക് വരും, പക്ഷേ അതൊന്ന് ക്രമീകരിച്ച് വെക്കണം. അവസാനം എല്ലാവരും അംഗീകരിച്ചു. അതാണ് അൽ ജമാ. സഹാബത്തെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞത്. ആ മുസാഹബാണ് നമ്മുടെ കയ്യിൽ നിന്ന്, അതിൻ്റെ പകർപ്പുകളാണ് എന്നുള്ളത്. അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് സഹാബത്ത് ചെയ്തതെങ്കിൽ അതുപോലെ ചെയ്യണം. അതേ പ്രകാരം തന്നെ ഖുർആനിലുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ, ഖുർആനിൽ ഓരോരുത്തരുടെയും അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും സ്വത്തവകാശത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഖുർആനിൽ പറഞ്ഞത് ഇല്ലാതെ വന്നാലോ, ഉദാഹരണമായി ഒരാൾ മരിച്ചാൽ ഉമ്മയുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് അവകാശം കൊടുക്കണം, 6 കൊടുക്കണം. പക്ഷെ ഉമ്മ ഇല്ലെങ്കിലോ, ഉമ്മാമുണ്ട്, ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട്, അങ്ങനെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാമാക്ക് അവകാശം കൊടുക്കണമോ? സഹാബത്തിൻ്റെ കാലത്ത് ചർച്ച വന്നു, ഉമ്മല്ല, ആ ഉമ്മാമാറിനോട് നിൻ്റെ മകളാണ്, അതുകൊണ്ട് ആ അവകാശം എനിക്ക് തരണം, പാടുണ്ടോ ആലോചിച്ച് നോക്കുമ്പോൾ ശരി, അത് കൊടുക്കാം. അങ്ങനെ നബിയുടെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. സഹാബികൾ പറഞ്ഞു, കൊടുത്തു, ഉമ്മാമാക്ക് അവകാശം കൊടുത്തു. പിറ്റത്തെ പ്രാവശ്യം 2 പ്രാവശ്യം രണ്ടും മാമാർ വന്നു. ഉമ്മ ഒന്നേ ഉണ്ടാവുകയുള്ളൂ, വാപ്പാൻ്റെ അമ്മ ഉണ്ടാവും, ഉമ്മാൻ്റെ അമ്മ ഉണ്ടാവും. അവസാനം ഈ 2 മാമാർക്ക് ഉള്ളത് ഓരിച്ചു കൊടുത്താറില്ല ഒന്ന്. ഇതൊക്കെ സഹാബത്തിൻ്റെ നടപടിക്രമങ്ങളാണ്, നമ്മൾ അംഗീകരിക്കുന്നു. ഇനി മാത്രമല്ല, സഹാബത്ത് ഒന്നും കിട്ടില്ലെങ്കിൽ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വിധി പറയും. അതും വേണ്ട നോക്കുക. സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഖുർആനെ ആയിരിക്കും. നിങ്ങൾ നോക്കായിരുന്നോ, ഒരാൾ മരിച്ചു, സഹാബത്തിൻ്റെ കാലത്താണ്, ഖുലഫാ റാഷിദീങ്ങളുടെ അവസാനം അലി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്താണ്. ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളാണ്. ഉമ്മയുമുണ്ട്, വാപ്പയുണ്ട്, ഭാര്യയുമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, 2 പെൺകുട്ടികളാണെങ്കിൽ 3-ൽ 2 പെൺകുട്ടികൾ കൊടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ 6 ഓരി വെച്ചാൽ, അല്ലെങ്കിൽ 3 ഓരി വെച്ചാൽ 2 ഒരു പെൺകുട്ടികൾക്ക് കൊടുക്കണം. പിന്നെ 6-ലൊന്ന് ഉമ്മാക്ക് കൊടുക്കണം, 6-ലൊന്ന് വാപ്പാക്കും കൊടുക്കണം. ഇനി എവിടെ ഭാര്യയ്ക്ക് ഇവിടെ ഇനി എന്താ കൊടുക്കുക? ആ ഭാര്യയ്ക്ക് കൊടുക്കാൻ സ്വത്തില്ലല്ലോ. 6 ഓരി വെച്ചാൽ 1 ഓരി വാപ്പാക്കും കൊടുത്തു, 1 ഓരി ഉമ്മാക്കും കൊടുത്തു, 6-ൽ 2 പെൺകുട്ടികളും കൊടുത്തു, 3-ൽ 2 ബാക്കിയില്ല. പക്ഷെ അവിടെയാണ് ബുദ്ധി ഉപയോഗിച്ചത്. അവർ പറഞ്ഞു, ഈ 24 ഓരി വെക്കല്ലേ വേണ്ടത്, 4 വന്നിട്ട് അത് ഒരു 8-1 3-24 വെക്കുമ്പോൾ 24 മാത്രം പോരാ, അത് ഒരു കൂട്ടുവിടണം, 27 ഓരി വെക്കണം. അപ്പോൾ 9-1 മാറണം, 9 27. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അലി തന്നെ പറഞ്ഞു, അവിടെ കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്, വക്കാന സുമുനിൽ മർഅത്തി തുസ്അ. നോക്കുങ്ങൾ അവിടെ ബുദ്ധി. വക്കാന സുമുനിൽ മർഅത്തി തുസ്അ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട 8-1 9-1 മാറ്റിയാൽ മതി. എന്നാൽ എല്ലാവർക്കും എത്തും. 27 ഓരി വെച്ചാൽ എല്ലാവർക്കും അതുപോലെ ഓരി കൊടുത്താൽ മതി. ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. ഇതൊക്കെ മതത്തിലെ ബുദ്ധി ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റേത്. ഇത് നിലക്ക് ഇതേ ഇതിലാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ആ കാര്യത്തിൽ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവിടെ മാത്രമല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടത്, നമുക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യത്തിലൊക്കെ അവിടെ ബുദ്ധി ഉപയോഗിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിക്കാൻ വേണ്ടി ജൂതന്മാർ സിഹർ ചെയ്തിട്ട് മുഹമ്മദ് നബിക്ക് ഞങ്ങൾ തലവേദന ഉണ്ടാക്കിയിരിക്കുന്നു, ബുദ്ധിയില്ലാതാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെയും വേണം നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക. ഏതെങ്കിലും യഹൂദി എന്തെങ്കിലും മന്ത്രിച്ചോദി കിണറ്റിലിട്ടാൽ മുഹമ്മദ് നബിക്ക് എങ്ങനെ തലവേദന ഉണ്ടാകണത്?
നമുക്കുണ്ടാവും. എന്നിട്ടല്ല മുഹമ്മദ് നബിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു മന്ത്രവാദം ചെയ്തിട്ട് എന്തെങ്കിലും ഗൂഢോത്രം നടത്തിയാൽ ഈ ഗൂഢോത്രം കൊണ്ട് നമുക്ക് അങ്ങനെ സാധിക്കും. ഈ മുതലക്കുളം മൈതാനത്ത് നമ്മുടെ കൂടെ എല്ലാ ആളുകൾ വാൾ പോസ്റ്റ് ഇരുന്നിട്ട് അങ്ങനെ ഗൂഢോത്രം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യൂ എന്ന് വാൾ പോസ്റ്റ് ഇവിടെ ചെയ്തവരാണ്. ആ ചെയ്തവരെ പലരും ഇപ്പോൾ വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത്. അവർക്ക് ഇപ്പോൾ പറയാൻ ധൈര്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ പോലത്തെവരൊക്കെ ഇപ്പോഴും അത് പറയുന്നു. നമുക്ക് ചെയ്യാൻ നമ്മളൊന്നും കാണിക്കാൻ കഴിയില്ല. എന്നിട്ട് മുഹമ്മദ് നബിക്ക് എങ്ങനെ ഇത് പറ്റരുത്? അങ്ങനെ മുഹമ്മദ് നബിയെ മരണം കെട്ടിട്ടവരാക്കി അവഹേളിക്കുന്നതിലേക്ക് എത്തുന്നത്, അങ്ങനെ ആയാൽ അത് പറ്റില്ല. അതേ പ്രകാരം തന്നെ മുഹമ്മദ് നബി ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ നിലയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തുകൊള്ളുന്നുണ്ടോ? മുഹമ്മദ് നബി പ്രവാചകൻ നിലയ്ക്ക് ചെയ്താൽ, മുഹമ്മദ് നബി ചെയ്യുമ്പോൾ തൻ്റെ ഭാര്യമാരോട് വർത്തമാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കണോ? നബി സ്വല്ലല്ലാഹു അവർക്ക് ഹലാലായ കാര്യം ഹറാമാണെന്ന് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഖുർആൻ മുഹമ്മദ് നബിയെ താക്കീത് ചെയ്തു. അങ്ങനെ പറയാൻ പാടില്ല നബി എന്ന് ചോദിച്ചിട്ട്, യാ അയ്യുഹൻ നബിയു ലിമ തുഹരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക്കാൻ, നിങ്ങളെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് ഹലാലാക്കിയെന്ന് ഞങ്ങൾ ഹറാമാക്കണത്. കാരണം അള്ളാഹ് തിരുത്താണ് മുഹമ്മദ് നബിനെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹു തിരുത്തിയിട്ടുണ്ട്. ഇനി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യൻ നിലയ്ക്ക് ചെയ്താലോ? അവിടെ ഒട്ടപ്പുറത്താണ് യാത്ര ചെയ്തത്. ആ ഒട്ടപ്പുറത്തന്നെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യണം, അത് സുന്നത്താന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? നമ്മൾ ഇനി ബസ്സിൽ കയറണ്ട, കാറിൽ പോകേണ്ട, ഒട്ടപ്പുറത്ത് തന്നെ വേണം, ഹജ്ജിന് പോകാൻ ഒട്ടപ്പുറത്ത് വേണമെന്ന് പറഞ്ഞാൽ അതല്ല, അത് കാലത്തിൻ്റെ മാറ്റമാണ്. ദുന്യാവിൻ്റെ കാര്യത്തിൽ അതാണ്. അത് മുഹമ്മദ് നബിയുടെ സുന്നത്ത് അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അലം യുംരി ദുന്യാക്കും ഇതാ അമർത്തുക്കും ബിശൈഇൻ മിൻ ദീനിക്കും ഫഖുദൂഹു, നിങ്ങൾക്ക് പരലോകത്ത് കൂലി കിട്ടേണ്ട ദീനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം. വൈദാ അമർത്തുക്കും ബിശൈഇൻ മിൻ ദുന്യാക്കും, ഈ ലോകത്ത് പ്രതിഫലം കാണുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇന്നമാന ബശറൻ മിസ്ലുക്കും, ആ വിഷയത്തിൽ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണെന്ന് കരുതിയാൽ മതി. അതാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇന്ന് മുഹമ്മദ് നബി ഇങ്ങനെ മൈക്കിൽ പ്രസംഗിച്ചിട്ടുണ്ടോ? പ്രബോധനം ചെയ്തിട്ടുണ്ടോ മൈക്ക്? നമ്മളിതാ ചെയ്യുന്നു. അതൊക്കെ കാലത്തിൻ്റെ മാറ്റങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ അങ്ങനെയാണ്. അതേ അവസരത്തിൽ പരലോകത്ത് കൂലി കിട്ടാനുള്ളൊരു കാര്യം അത് മുഹമ്മദ് നബിൻ്റെ മാതൃകയില്ലാതെ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് അതിനപ്പുറം മാറ്റം ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് മനസ്സിലാക്കി ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാതിരുന്നാൽ ഒരുപാട് അബദ്ധം വരും. ഈ ജിന്ന് ശൈത്താൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റുക്കിയ ശറിയ എന്ന് പറഞ്ഞൊരു ഇറക്കി കൊടുത്തിരിക്കുന്നു. മുജാഹിദീങ്ങൾ ഇതൊക്കെ പണ്ടുണ്ടാത്തില്ലാത്തവരാണ്. നിങ്ങളവിടെ KP മുഹമ്മദ് മൗലവി 25 കൊല്ലം നയിച്ചു. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഓരോന്ന് അലങ്കോലപ്പെട്ട് ഇവിടെ ഒരു സാർവത്രിക പ്രസ്ഥാനം കടന്നു പോകുന്നു അതിൻ്റെ ഇടയിൽ കൂടെ. അതായത് എല്ലാം ദീൻ തന്നെയാണ്, എല്ലാം ദീനാണ്, എല്ലാം ഇബാദത്താണ് എന്ന് പറയുന്ന ഒരു സാർവത്രിക പ്രസ്ഥാനം അബുൽ അലാ മൗദൂദിൻ്റെ ആശയം. അത് വന്നപ്പോൾ ചെറുപ്പക്കാർ തോന്നി ഇവിടെ ദൈവിക ഗവൺമെൻറ് ഉണ്ടായാൽ നല്ലതിനല്ലേ, കുറേ ചെറുപ്പക്കാരായാലും ഇങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ പോകുമ്പോഴാണ് ആ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താനാണ് ISM ഉണ്ടാക്കിയത്. അവർ പിടിച്ചു നിർത്താനും കഴിഞ്ഞു. ആ ISM പലർക്കും അന്ന് സഹിച്ചില്ല. അതുകൊണ്ടാണ് വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ഇതെല്ലാം അവർ പഠിപ്പിച്ച് അതിലേക്ക് മാറ്റി തിരുത്ത് കൊണ്ടുവരുന്നു. അത് അങ്ങനെ വന്ന് KP മുഹമ്മദ് മൗലവി ISM സ്ഥാനത്ത് കൊണ്ടുവന്നു. കാരണം തെരഞ്ഞെടുപ്പിലൂടെ അല്ല, ജനാധിപത്യ ശൂറയിലൂടെ അല്ലാതെ വേറെ ഒന്നുമല്ല, ആരും നോമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ല. KP മുഹമ്മദ് മൗലവി സെക്രട്ടറിയായി 25 കൊല്ലം. പ്രസിഡന്റുമാർ പലരും മാറി. ഒരിക്കൽ സുലൈമാൻ സേട്ടായിരുന്നു, അതിൻ്റെ മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് മൗലവി ആയിരുന്നു, പിന്നീട് ഡോക്ടർ ഉസ്മാൻ സാഹിബായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ സെക്രട്ടറി KP മുഹമ്മദ് മൗലവി. പക്ഷേ KP മുഹമ്മദ് മൗലവി മരണപ്പെട്ടതിന് ശേഷം KP മൗലവിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പുതിയ കാര്യം ഇവിടെ ചില സ്വാർത്ഥികൾ ചെയ്തു. അതാണ് മുസ്യാഹി പ്രസ്ഥാനത്തിന് ഇന്ന് അവമാനമായി വന്നത്. അതിനാണ് തുടക്കം ഉണ്ടായത്. അതെന്തായിരുന്നു അറിയാമോ? KP മുഹമ്മദ് മൗലവി 25 കൊല്ലം എല്ലാവർക്കും പ്രശസ്തമായ വിധത്തിൽ ഈ പ്രസ്ഥാനത്തെ നയിച്ചു. അദ്ദേഹം യഥാകവാസം കഴിഞ്ഞു. അദ്ദേഹം ഉണ്ടാക്കി വലിയ സ്ഥാപനം ഉണ്ടായിരുന്നു, അൻസാറുള്ള സംഘവും അൻസാർ അറബിക് കോളേജൊക്കെ. അദ്ദേഹത്തിന് ജനാസ അവിടേക്കാണ് കൊണ്ടു വെച്ചത്. എല്ലാവരും അവിടെ നിന്ന് ഒന്നായിട്ട്, കാരണം വീട്ടിൽ സ്ഥല സൗകര്യമില്ല, ഒന്നായി കൂട്ടമായി ജനാസ നമസ്കരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ ദുർബുദ്ധികൾ വന്നു. KPൻ്റെ ശേഷം പിൻഗാമി ആരാണ് അത് നമ്മൾക്ക് പ്രഖ്യാപിക്കണമെന്ന്. പക്ഷേ KP അങ്ങനെ ഓരോ പ്രാവശ്യവും KP റഹ്മഹുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നെ സെക്രട്ടറി ആക്കരുതേ എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിവേദനസംഘമായിട്ട് പോവുകയാണ്. ഈ പ്രാവശ്യം കൂടി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതാണ് KP മൗലവിയുടെ സ്വഭാവം. മരിക്കുന്നവരങ്ങനെ ചെയ്തു. എല്ലാം സ്വതന്ത്രമായി തിരഞ്ഞെടുക്കണം എന്നാണ് KP മൗലവിയുടെ അഭിപ്രായം. അതിനൊരു ഭരണഘടന അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭരണഘടന എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം മരണപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൗൺസിൽ കൂടിയല്ലേ തിരഞ്ഞെടുക്കേണ്ടത്. അതുവരെ ആരാണോ അടുത്ത സെക്രട്ടറി അയാൾ സ്ഥാനം വഹിക്കണം. പക്ഷേ അവിടെ വെച്ച് പിൻഗാമിയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഒന്നായിട്ട് പ്രഖ്യാപിച്ചു. അവിടുന്ന് തുടങ്ങി ആ പ്രഖ്യാപനം തുടങ്ങി. പിന്നെ അതിന് ശേഷം വന്നതൊക്കെ
അതെല്ലാം പിന്നെ ആ രൂപത്തിലേക്കാണ് വന്നത്. പിന്നീട് ഈ പ്രഖ്യാപിക്കപ്പെട്ടവർ അധികാരത്തിൽ വരില്ല എന്ന് കണ്ടപ്പോഴാണ് അവർ ISMനെ പിരിച്ചുവിടാൻ നോക്കിയത്. അത് മാത്രമല്ല, സുഗമമായി പോകുന്നൊരു പ്രസ്ഥാനം ഒന്നാണ്ട് വളരെ സുഖമായി പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വന്നപ്പോൾ ഭിന്നിപ്പുണ്ടാകും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കി. ഒരഭിപ്രായ വ്യത്യാസമില്ല, ഒന്നാടി യോഗം കൂടി സുഖമായി തിരഞ്ഞെടുക്കാവുന്നതായിരുന്നു. പക്ഷേ അത് പറഞ്ഞുണ്ടാക്കി. എന്തിനാണ് പറഞ്ഞുണ്ടാക്കുന്നറിയാമോ? അതിൻ്റെ ഇടയിൽ കൂടെ മധ്യസ്ഥന്മാർക്ക് ഇറങ്ങി വരണം, അതിനു വേണ്ടി അത് പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസമല്ല. എന്നിട്ട് മധ്യസ്ഥന്മാർ ഇറങ്ങി വന്നു. മധ്യസ്ഥന്മാർ ഇറങ്ങി വന്നിട്ടോ പിന്നെ അവരാണ് തിരഞ്ഞെടുക്കാൻ. മധ്യസ്ഥന്മാർ 3 ആളാണ് ആദ്യം. പിന്നെ നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടി വന്നേക്കണു. പിന്നെ ഒരാളും കൂടി, പിന്നെ 5 ആളായി. പിന്നീട് വരുന്ന എന്താ, ഈ മധ്യസ്ഥനിൽ ഒരാൾ പിന്നെ പ്രസിഡൻ്റായി വരണം. അയാൾ ഒരു സേവനം ചെയ്യാത്ത ഒരാളാണ്, അയാൾക്ക് പ്രസിഡന്റ്. മധ്യസ്ഥനായി കടന്നു വന്ന ആൾക്ക് പിന്നെ പ്രസിഡൻ്റ് ആവണം. അതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ പിറ്റത്ത് അങ്ങനെ വന്ന് പ്രസിഡൻ്റായി. പക്ഷേ തെരഞ്ഞെടുപ്പ് മധ്യസ്ഥന്മാരിങ്ങനെ പറഞ്ഞ് ശരിയാക്കൂല. കാരണം ഒരു നീതി, എല്ലാത്തിനും നീതിയും ധാർമ്മികവും വേണ്ട. അതിനല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 35 അംഗങ്ങളുടെ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ എന്താണ് നീതി? 2 വിഭാഗം ഉണ്ടെങ്കിൽ 2 വിഭാഗത്തിൻ്റെ പ്രതിനിധി വേണം. പക്ഷേ ഒരു വിഭാഗത്തിൽ നിന്ന് 7 ആളെ തിരഞ്ഞെടുത്തു, ഒരു വിഭാഗത്തിൽ നിന്ന് 28 ആളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ നോക്കിയായിരുന്നു. അതും അതിൽ 27 ഒരു നിഷ്പക്ഷക്കാരനും. ഇങ്ങനെ ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നീതിയില്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ മധ്യസ്ഥന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അധാർമികത അവിടെയാണ് കാണുന്നത്. മദ്യപാനികളും കുരിശ് വഹിക്കുന്നവരും ഐക്കല്ല് കെട്ടിയവരും ആ തെരഞ്ഞെടുപ്പിൻ്റെ സന്നിധിയിൽ അവിടെ ചുറ്റുപാടും ഹാജരായി. അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ആ സംഘടന ഇന്ന് നയിക്കുന്നവർ അതിൻ്റെ ഉത്തരവാദികളാണ്. അത് അന്വേഷിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. ഈ അധാർമികതയിലേക്ക് പ്രസ്ഥാനത്തെ നയിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടവരാണ്. പടച്ചവനിൽ വിശ്വാസമില്ല ഇവർക്കൊന്നും. ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടേതാ ഈ മർക്കസ് ദഅവ വിദഗ്ധമായി നിൽക്കുന്നു. നമ്മൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല, ഒരു കള്ളക്കേസും കൊടുക്കാൻ പോയിട്ടില്ല. ഷേഖ് സെയ്ദ് മൗലവി ആക്രമിച്ച് എല്ലാം നശിപ്പിച്ച് അദ്ദേഹത്തെ അവസാനം ഒരു മതവുമില്ലാത്ത ഈ സഖാ ഇമ്പിച്ച് പാവതി വന്നു. ഇദ്ദേഹത്തെ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സെയ്ദ് മൗലവിനെ എന്തിന് മറ്റൊരു പേര് കേസ് കൊടുക്കാനേ? അവൻ മൗലവി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും പറ്റിയിട്ടില്ല, എൻ്റെ വസ്ത്രമൊക്കെ കയറിയിട്ടുണ്ട്. അല്ല എന്നാലും കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കളവ് പറയില്ല എന്ന് പറഞ്ഞു. എന്തിനായാലും കേസിലായാലും ഞാൻ കളവ് പറയില്ല. അതാണ് സഖാ ഇമ്പിച്ച് പാവൻ്റെ അടുത്ത് പിന്നീട് പിറ്റേ ദിവസം ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കിവിടെ യാതൊന്നും സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ പൊന്നാനിയിൽ? നിങ്ങൾക്ക് ദൈവമില്ല എന്ന് പറയാം, ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയാം, ഒരൊറ്റ പടച്ചോനെ ഈ ഭാഗത്തെടുക്കാൻ പാടുള്ളൂ എന്ന് പറയാം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമല്ലേ? അദ്ദേഹം അതിന് മറുപടിയല്ലേ പറയുന്നത്. ചരിത്രത്തിൽ സത്യവാന്മാരുണ്ടായിരുന്നു, അത് നിങ്ങളിടയിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഇന്നലെ മനസ്സിലായിരുന്നു. അതാണ് ഈ പ്രസ്ഥാനം. നിങ്ങളുടെ ജീവിക്കുന്നു. അങ്ങനത്തെ പ്രസ്ഥാനം എവിടെയായി? ഇവിടേക്കെത്തിയ സത്യത്തിന് വല്ല സ്ഥാനമുണ്ടോ? മർഹൂം A.B. അബ്ദുറഹ്മാൻ മൗലവി മുജാഹിദ് സെൻ്റർ ആക്രമിക്കാൻ വന്നു എന്ന് കള്ളക്കേസ് ഇവിടെ ഉണ്ടായില്ലേ? A.B. അബ്ദുറഹ്മാൻ മൗലവി സാഹിബ് ആരാണ്? A.B. അബ്ദുറഹ്മാൻ സാഹിബ് MLA ആയിരുന്നു, എല്ലാമായിരുന്നു. ഇങ്ങനത്തെ എത്ര കള്ളക്കേസ് നിൻ്റെ പേരിൽ 2-3 കള്ളക്കേസ് കിടക്കുന്നുണ്ട്. ഇങ്ങനത്തെവർക്ക് എങ്ങനെ ഈ ഒരു മതരംഗം മതസംഘടന കൈകാര്യം ചെയ്യാൻ കഴിയുക? നിങ്ങൾ നോക്കായിരുന്നു. ഈ കള്ളുകുടിയന്മാരുടെ സാന്നിധ്യത്തെ പറ്റി അന്വേഷിക്കണമെന്ന് അങ്ങനെ ഉണ്ട് എന്ന് ഒരു പുസ്തകം ഇറക്കി. അത് ചെറുപ്പക്കാരെങ്കിലും ഇറക്കിയതായിരിക്കും, ആരാണ് ആളെ കൊടുത്തില്ല. പക്ഷേ അതിന് അന്വേഷണം വന്നു. ഞാൻ പറയുന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അന്വേഷിച്ചില്ല. ആ പുസ്തകത്തിൻ്റെ നീല പുസ്തകം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. എന്നാൽ എവിടെ നിന്ന് അത് വന്നതെന്ന് ആലോചിക്കണ്ടേ? അതൊന്നും അന്വേഷിക്കണ്ട. പറഞ്ഞത് ശരിയാണോ? അവിടെ കള്ളുകുടിയന്മാർ വന്നിട്ടുണ്ടോ? പോക്കിരിമാർ വന്നിട്ടുണ്ടോ? ഇതൊരു അന്വേഷണം വേണ്ടേ? അതുണ്ടായില്ല. അതൊക്കെ നമ്മുടെ സംഘടനയ്ക്ക് പറ്റിയ അപജയമാണ്. അതിൽ നിന്ന് മാറ്റം വരുത്താൻ ഇന്ന് നമുക്ക് കഴിയും. ആർക്ക്? മർക്കസ് ദഅവയിൽ അവർക്ക് ഈ ആദർശമുണ്ട്. അന്നത്തെ KP മൗലവിയുടെ കാലത്ത് അന്ന് ഏതൊരു ആദർശമാണ് ഉണ്ടായിരുന്നത്, ആ ആദർശം, ആ സംഘടനാ സെറ്റപ്പ്, ആ സംഘടനാ തെരഞ്ഞെടുപ്പ്, അതൊക്കെ നിലനിർത്തുന്ന വിദഗ്ധത പുലർത്തുന്ന ഒരു ഭാഗമാണ് KNM മർക്കസ് ദഅവ. അതിൻ്റെ വിദഗ്ധത അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാൻ പോയിട്ടില്ല. ഒരു പള്ളിയിൽ നമ്മൾ ഇതുവരെ പൂട്ടിച്ചിട്ടില്ല. നോക്കായിരുന്നു ഞങ്ങൾ. നമ്മുടെ ഒരു പള്ളി, അതും ഒരു യാഥാസ്ഥിക ദൈവത്തിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന തൗഹീദ് പ്രസംഗിക്കുന്ന ഒരു പള്ളി, ഒരു വ്യക്തിയുടെ നേട്ടത്തിന് വേണ്ടി 2.5 കൊല്ലം പൂട്ടിയിട്ടു. അള്ളാഹുവിന് ഭയമുണ്ടവർക്ക്, ഈ പള്ളി പൂട്ടിയിടുന്നവർക്ക് 2.5 കൊല്ലം. എന്നിട്ട് എന്താ അവർക്ക് കിട്ടിയത്? എന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? നമ്മൾ ഒരു പള്ളിയും പൂട്ടിയിടാൻ പോയിട്ടില്ല. മാത്രമല്ല, പൂട്ടിയിടൽ മാത്രമോ, പാലക്കാട്ടൊരു പള്ളി പാതിരാവിലെ 1 മണിക്ക് JCB ഉപയോഗിച്ച് തകർത്തു. മുസാഫുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ചോട്ടിൽ. ഞാൻ രാവിലെ ചെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്തിനാ ഒരു പള്ളി പൊളിക്കണമെങ്കിൽ ഒരു JCB ഉപയോഗിക്കണോ? പൊളിച്ച് പണിയാണെങ്കിൽ
എന്തിനാ ഈ ജാതി തമ്മാടിത്തം ചെയ്യണത്? ഇതൊക്കെ മതധാർമ്മിക സംഘടനയിലേക്ക് വന്നാൽ ആ സംഘടനയ്ക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയില്ല, ജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയില്ല. നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാൻ കഴിയുമോ? സാധിക്കുമോ? മാത്രമല്ല, ഇനി ആരെങ്കിലും സംഘടനയിലുള്ളവർ ഇപ്പം എന്നെപ്പറ്റിയാണെങ്കിൽ ആക്ഷേപം, ഇയാൾക്ക് തൗഹീദില്ല, അയാൾക്ക് അതില്ല, അയാൾ മതത്തിൽ നിന്ന് മാറിക്കായി പോയതാണെന്ന് പറഞ്ഞു നാട്ടിലും കൂടെ എന്നെ പറഞ്ഞ് ഒരാൾ കത്തെഴുതി വെക്കുക. അങ്ങനെ സംഘടന ഔദ്യോഗികമായി ഇതിൽ ഒപ്പിട്ട് കത്തയക്കണം. ഈ ഒപ്പിട്ട് കത്തയച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഒരാൾ ആരോപണം, അവിടെ ഖുർആൻ നമുക്ക് മാതൃകയില്ലേ? യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ പേരിൽ ആരോപണം ചുമത്തി ജയിലിലിട്ടടച്ചു. യൂസുഫ് അലൈഹി ഇസ്ലാം കഴിഞ്ഞ് പിന്നീട് വന്നപ്പോൾ യൂസുഫ് അലൈഹി ഇസ്ലാമിന് ആവശ്യമുണ്ടായപ്പോൾ ജയിലിന് വിട്ടിറങ്ങാൻ പറഞ്ഞു. യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പേരിൽ ചുമത്തിയ കുറ്റം ശരിയാണോ അല്ലേ എന്ന് അറിഞ്ഞിട്ടേ ഞാൻ ജയിലിൽ നിന്നാണ് പുറത്തു വരുള്ളൂ. അതാണ് പ്രവാചകന്മാരുടെ മാതൃക. ഇതുപോലെ ആരുടെയെങ്കിലും പേരിൽ മതത്തിൽ നിന്ന് പോയ മാരിക്കാളെന്ന് പറഞ്ഞ സംഘടന ഔദ്യോഗികമായി കത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നിരിക്കലോ കത്ത് എഴുതിയവർ പറയണം ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. അല്ലെങ്കിൽ ഈ വ്യക്തി പറയണം എനിക്ക് പണ്ടതുണ്ടായിരുന്നു ഇപ്പം മാറ്റം വന്നിരിക്കുന്നു എന്ന്. രണ്ടുമില്ലാതെ അവർ ഒന്നിച്ച് കണ്ടാൽ ജനങ്ങളെ വഞ്ചിക്കല്ലേ അത്? ജനങ്ങളെ തട്ടിപ്പിക്കല്ലേ അത്? ഈ അധാർമികത ഉണ്ടായിരുന്ന മതസംഘടനയ്ക്ക് മതപ്രബോധനത്തിന് സാധ്യമല്ല. ജനങ്ങൾ ബുദ്ധിയുള്ളവരുണ്ട്, കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അതാണ് ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി, അതുള്ള അല്ലാഹി അലാ ബസീറ, ശരിയായ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു. ആന ഒമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റി വരും. മുഹമ്മദ് നബി അങ്ങനെ ചെയ്തത്, മുഹമ്മദ് നബിയെ പിൻപറ്റിയവരാണ് നാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. ഒമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അവിടെയാണ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു പങ്കു ചേർക്കുകയില്ല. ആരെ പങ്കു ചേർക്കുകയില്ല? ജിന്നിനെ പങ്കു ചേർക്കില്ല, മലക്കിനെ പങ്കു ചേർക്കില്ല, മരിച്ചുപോയ മഹാത്മാക്കളെ പങ്കു ചേർക്കില്ല. മരിച്ചുപോയവർ ഇപ്പോൾ അവിടെ ഒരു കൂട്ടർ മരിച്ചുപോയ ഇവിടുത്തെ മടവൂർ ശൈഖാണ് മുദബ്ബിറുള്ള ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നവരാണ് മരിച്ചുപോയ മഹാത്മാക്കൾ. ജിന്നിനെ പോകാൻ കേൾക്കാമെങ്കിൽ മരിച്ചുപോയ മഹാത്മാക്കൾ അതുപോലെ തന്നെയല്ലേ, അവരുടെ കൂടെ ജിന്നു കൂടിയില്ലേ? ഇങ്ങനെ വന്നാൽ എവിടേക്കത് കൊണ്ടുപോവുക? അത് മാത്രമല്ല, ഈ പൗരോഹിത്യം ഇല്ലാതെ ആവണം. എന്ന് പറഞ്ഞാൽ പ്രമാണബദ്ധമായ കാര്യം പറയാവൂ. ഒരാൾ, ഞാനൊരു കുത്തുബയിൽ ഖുർആനും ഹദീസും ഇങ്ങനെ ഓതി പ്രസംഗിക്കുന്നു, പിറ്റേ ദിവസം ഒരു പണ്ഡിതൻ വന്നിട്ട് അത് ശരിയല്ല തിരുത്തണം എന്ന് പറയുന്നു. എന്തായാലും തെളിവ് അത് പറയണ്ടേ? അല്ല, ഞാൻ പണ്ഡിത സംഘടനകളാണ്, അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ ആരെയാണ് റബ്ബാക്കിയത്? പുരോഹിതന്മാർ ഇത്തഹദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്, അവർ പുരോഹിതന്മാരെയും പാതിരിമാരെയും അള്ളാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി. എന്താ അള്ളാഹിനെ കൂടെ റബ്ബുകളെന്ന് പറഞ്ഞാൽ? തെളിവ് ചോദിക്കാതെ അവർ പറഞ്ഞാൽ സ്വീകരിക്കണമെന്ന്. അവരാണ് പറഞ്ഞാൽ സ്വീകരിച്ചോളണം. അത് വ്യക്തികൾ പറഞ്ഞാലും സംഘടന പറഞ്ഞാലും തെളിവ് വയ്ക്കാൻ പാടില്ല. അതല്ലേ ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു വലിയ കാരണം. ഇങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ഈ സമൂഹത്തിൻ്റെ സ്ഥിതി? അതുകൊണ്ട് ഇതിന് വ്യതിരിക്തമായി ഖുർആനും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ജനങ്ങളെ നയിക്കുന്ന ധർമ്മനിഷ്ഠയോട് പോകുന്ന ഒരു പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മർക്കസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നവരാണ്. അവരെ പറ്റി തെറ്റുകൾ പറ്റി ചൂണ്ടിക്കാണിക്കും, നമുക്ക് തിരുത്താം. നമ്മളാരും മാസീമികളല്ല. പക്ഷേ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ആരോടുമായി ചർച്ച ചെയ്യാം? ഇവിടെ വലിയ വലിയ സമസ്തക്കാരാണെങ്കിൽ അവരോടുമായി നമുക്ക് ചർച്ച ചെയ്യാം. അവരും പറയുന്നു ഇനി ആരോടാണെങ്കിലും അതിൽ തെറ്റാണെങ്കിൽ തിരുത്താൻ നമുക്ക് തയ്യാറാണ്. പക്ഷേ ഈ പ്രബോധനമായി മുന്നോട്ട് പോകുന്ന തടസ്സം ചെയ്യാൻ ആരെങ്കിലും സാധ്യമല്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കാര്യത്തിൽ നമ്മൾ ഇത് അള്ളാഹുവിൻ്റെ പ്രീതി വെച്ച് ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ സൂക്തം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നമ്മുടെ ഇമാമ ഖുർആൻ. അതിൻ്റെ വിശദീകരണം 2-ാം പ്രസ്ഥാനമാണ് ഹദീസ്. ഈ ഹദീസ് നമ്മളെപ്പറ്റി വലിയൊരു ആരോപണം. ഈ ലേഖനം പറഞ്ഞപ്പോൾ ജിന്നും ശൈത്താനൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെപ്പറ്റി പറഞ്ഞ കാര്യമുണ്ട്. ഈ മർക്കസ് ദേവക്കാർ അവർ ഇതൊന്നും ജിന്നല്ല, അതൊക്കെ ചില അണുക്കളായി കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ കാണുന്നില്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ മറന്നാണെന്ന് അർത്ഥം. പക്ഷേ ജിന്ന് എന്ന് പറയുന്നതൊക്കെ മറഞ്ഞ അണുക്കളെന്നല്ല. അണുക്കളെനിക്ക് ജിന്ന് എന്ന് വേണമെങ്കിൽ പറയാം, മറഞ്ഞ എന്തിനും ജിന്നെന്ന് പറയാം. വണ്ടും അജിന്നത്തും ഈ പുത്തൂനി ഉമ്മഹാത്തിക്കും ഖുർആൻ പറഞ്ഞു നിങ്ങളൊക്കെ ജിന്നുകളായിരുന്നു, ഇവിടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ മറിഞ്ഞു കിടക്കായിരുന്നു, ഭ്രൂണമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ ജിന്നല്ല. ജിന്നെന്ന് പറഞ്ഞാൽ ഇബ്ലീസിൻ്റെ ജിന്നുണ്ട്, കാനമിനൽ ജിന്നി എന്ന് പറഞ്ഞില്ലേ, ആ ജിന്ന് വേറെ ഉണ്ട്. അതല്ലത് യുവസുവിസുഫി സുദൂരിന്നാസ്, ജനഹൃദയങ്ങളിൽ ഈ ജാതി അനാവശ്യങ്ങൾ ദുർബോധം ചെയ്യുന്ന, ഇതൊക്കെ ദുർബോധം ചെയ്യുന്ന ആ ജിന്നാണ്. ആ ജിന്നിൽ നമ്മൾ രക്ഷ തേടണം. ഏറ്റവും വലിയ രക്ഷ അതാണ്. നമുക്ക് അവസാനമായി ഖുർആൻ പഠിപ്പിച്ചു തന്നത്. ഖുൽ അഊദു ബി റബ്ബിൻ നാസ്, അള്ളാഹുവിൻ്റെ സിഫത്ത്. അള്ളാഹു റബ്ബാണ്. ആ റബ്ബിനോട് ഞങ്ങൾ മനുഷ്യർ റബ്ബിനോട് തേടുന്നു. ഓ മലിക്കിന്നാസ്, അള്ളാഹു രാജാവാണ്, അവനാണ് ഇതെല്ലാം ഭരിക്കുന്നത്. ആ രാജാവായ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനാണ്, അവനോട് രക്ഷ തേടുന്നു. എന്തിൽ നിന്ന്? വലിയ ഷെറ് മിൻ ഷെറിൽ വസ്വാസിൽ ഖന്നാസ്, വേണ്ടാത്തത് തോന്നിപ്പിച്ചിട്ട് ഞാനതിനൊന്നും ആളല്ല എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു പോകും. അത് 2 കൂട്ടരിലുണ്ട്.
മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്മാരിലുണ്ട് ആ ജാതി ജിന്നിൻ്റെ വീട്ടിൽ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച് ചെയ്യുന്നുണ്ട്. ജിന്നിനെ നമ്മളെ പിടിച്ചെടുത്താണ് തള്ളിടാനൊന്നും കഴിയില്ല. തള്ളിടാൻ കഴിയെങ്കിൽ ഇവിടെ ആരെങ്കിലും നിസ്കരിക്കാൻ പോവുമോ? എല്ലാ തള്ളിടുന്നവന് ഇഷ്ടമല്ലല്ലോ, ഒരു നിസ്കരിക്കുന്ന ഇഷ്ടമല്ലല്ലോ. നിസ്കരിക്കാൻ പോകുന്നവരൊക്കെ ഓൻ തള്ളിടൂലേ? ഓൻ നിസ്കരിക്കാൻ പോണ്ടാന്ന് തോന്നിപ്പിക്കും. നിസ്കരിക്കാതിരിക്കും, സുബൈക്ക് നീക്കണ്ട തോന്നിപ്പിക്കും. അത് ജിന്നെ തോന്നിപ്പിക്കാൻ കഴിയും, ഉറക്കി കടത്തും. പക്ഷെ ഒരു കാര്യം, അവിടുന്ന് ഉറങ്ങുന്നവിടുന്ന് തൗബ ചെയ്താലോ, പടച്ചോനെ എനിക്ക് തെറ്റിപ്പോയി എന്നുള്ള വന്നാൽ ജിന്നിന് അത് സഹിക്കൂല, ആ ശൈത്താന്. അതുകൊണ്ട് ഒരു ശൈത്താനെ പറ്റിയ കഥ പറയാറുണ്ട്. ഒരിക്കൽ നിസ്കരിക്കാതെ ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങിയപ്പോൾ ശൈത്താൻ ആളിങ്ങനെ ഉറക്കാൻ നല്ല ഉള്ളിന്. പക്ഷേ ശൈത്താൻ വന്ന് വിളിച്ചിട്ട് നിസ്കരിക്കാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആരാന്ന് ചോദിച്ചു. ഞാൻ ശൈത്താനാണ്, ഒരു കഥ കേട്ടോ. അതിൻ്റെ ശൈത്താൻ സ്വഭാവം പറഞ്ഞതാണല്ലോ. ഞാൻ ശൈത്താനാണെന്ന് പറഞ്ഞു. ശൈത്താൻ നിസ്കരിക്കാൻ വിളിക്കേ? ശൈത്താൻ എങ്ങനെ നിസ്കരിക്കാൻ പറയോ? അതെ, എനിക്ക് ഏറ്റവും പേടി നീ നിസ്കരിക്കണമല്ല, ഞാൻ എന്നെ നിസ്കരിക്കാതെ വസുവാസി ചെയ്തവർ കടത്തി ഉറക്കിയാൽ അത് തന്നെ ഉടന്നാൽ ഇന്നലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞൊരു തൗബ, ആ തൗബയാണ് എനിക്ക് ഏറ്റവും സഹിക്കാത്തത്. അതുകൊണ്ട് അതിനേക്കാണല്ലോ ഈ പള്ളിക്ക് പോയിക്കോ. അപ്പോൾ നമ്മൾ തെറ്റ് വന്നാൽ തൗബ ചെയ്യുന്നത് ശൈത്താൻ സഹിക്കില്ല. അതുകൊണ്ട് തെറ്റുള്ളവർ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ തക്കവയുള്ളവർ, ശൈത്താൻ്റെ ഈ ജാതി ബാധ വല്ലതും മനസ്സിലുണ്ടായാൽ തദക്കറു, വേഗം അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. അതാണ് തദക്കറു, അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം. അതാണ് വേണ്ടത്. അതാണ് ശൈത്താൻ സഹിക്കാൻ വയ്യാത്തത്. തെറ്റ് ശൈത്താനും ദുർബോധനം വന്നാൽ വേഗം തൗബ ചെയ്ത് മടങ്ങുക. ആ തൗബ ഇല്ലാതിരിക്കാനാണ് നമ്മുടെ സമസ്തക്കാരുടെ ശ്രമം. എന്ത് ശിർക്ക് ചെയ്താലും ഒരു തൗബ വേണ്ട, അതൊക്കെ പുറത്തു കൊടുക്കാൻ വേറെ ആളുകളുണ്ട്. അതില്ല, നമ്മൾക്ക് തൗബ വേണമെന്ന് പറഞ്ഞ് ജനങ്ങൾ നന്നാക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസലാമുൻ അലൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.